ശരി, നമ്മൾ തുടങ്ങാം. ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സഹപ്രവർത്തകരായ ശ്രീ അഷ്റഫ്, ശ്രീ ബാബു എന്നിവരുടെ റിട്ടയർമെൻറ്റ് ചടങ്ങിനോടനുബന്ധിച്ചാണ്. ശ്രീ അഷ്റഫ് നമ്മുടെ കമ്പനിയിൽ ആദ്യം കോൺട്രാക്റ്റിൽ ജോലി ചെയ്യുകയും പിന്നീട് 2011 പെർമനൻ്റ് എംപ്ലോയി ആവുകയും ചെയ്തു. അദ്ദേഹം നമ്മുടെ കമ്പനിയുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. ഭാര്യ ഹൗസ് വൈഫാണ്. ആൺകുട്ടി ശ്രീ അൻസിൽ നമ്മുടെ കമ്പനിയിൽ പ്ലാന്റ് 1 ജോലി ചെയ്യുന്നു. മകൾ ശ്രീമതി അൻസില വിവാഹിതയാണ്. ഭർത്താവ് ഫിലിപ്സ് കമ്പനിയിൽ ഏരിയ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അതേപോലെ ശ്രീ ബാബുവിനെ പറ്റി പറയുമ്പോൾ 1995 മുതൽ പെർമനൻ്റ് എംപ്ലോയി ആയി ജോലി ചെയ്ത് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൗസ് വൈഫാണ്. അദ്ദേഹം വാഴക്കുളത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണുള്ളത്. ആദ്യത്തെ ആൾ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ISROയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ BSc കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ഇത്രയുമാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് 1 നിമിഷം സൈലന്റ് പ്രയർ. ഓക്കെ. ബഹുമാനപ്പെട്ട SP സർ, പ്രൊഡ്യൂസേഴ്സ് അഷ്റഫ്, ടീച്ചറുടെ സുരേഷ്, മാനുഫാക്ചറിംഗ് സഹപ്രവർത്തകരെ, തുല്യന്മാരാളികളെ, Thank you. Mandate Ashok, colleagues and online colleagues, union ഭാരവാഹികളെ, ഇന്നത്തെ അതിഥികളായ ഭഗവാൻ അഷ്റഫ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ 30 വർഷം അടുത്ത് വരുന്നതുള്ളത് ഒരു വലിയ കാര്യം. റിട്ടൻഷൻ റേറ്റ്, എംപ്ലോയീസ് കമ്പനിയിലുള്ള റിട്ടൻഷൻ റേറ്റ് നോക്കിയാൽ 20%. അതായത് 5 പേരിൽ ഒരാളെ എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനത്തെ കാലഘട്ടത്തിൽ ഒരു 30 വർഷം എത്തിച്ചു എത്താൻ നിൽക്കണല്ലേ, 30 വർഷം എത്താൻ നിൽക്കണ എന്ന് കേട്ടു. 2.5 മന്ത് കുറഞ്ഞു പോയി. 95 ഏത് മാസമായിരുന്നു? സെപ്റ്റംബർ. 2 മാസം മുമ്പിലുണ്ടെങ്കിൽ 30 വർഷം. സോ അതാണ് ഇങ്ങനത്തെ കാലഘട്ടം. സോ അങ്ങനത്തെ ചേഞ്ചസിൽ ഒരു കമ്പനികളിലെ ഇത്ര കാലം പിടിച്ചു നിന്ന് കമ്പനിക്കും എല്ലാ നിങ്ങൾക്ക് തന്ന സേവനങ്ങൾക്ക് ആദ്യം കമ്പനിയുടെ വകയിലും എൻ്റെ വകയിലും ആദ്യം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. അതേപോലെ ഒരു 30 വർഷം എന്ന് പറഞ്ഞ കാലഘട്ടം, 30 വർഷം മുമ്പിൽ നമ്മൾ ഉണ്ടായിരുന്നത് പോസ്റ്റ് ഓഫീസ് ആയിരുന്നു, ലെറ്റർ ആയിരുന്നു, ഫോൺ കാൾ ആയിരുന്നു, STD ആയിരുന്നു, ISD ആയിരുന്നു. എല്ലാം മാറി നമ്മളിപ്പോൾ വേറെ പുതിയ കാലഘട്ടത്തിലാണ് ഉള്ളത്. കമ്പനി അതേപോലെ മാറി. കമ്പനി
PF-ന്റെ ചെക്കാണ് അത് കൈമാറാൻ സുരേഷ് കമ്പനിയുടെ സൂപ്പർ ആനിവേഷൻ ഗിഫ്റ്റാണ് അത് നൽകാനായിട്ട് ശരൺ നാരായണ സാറിന് ക്ഷണിച്ചുള്ളത്. അടുത്തതായി വെൽഫെയർ ഫണ്ടിന്റെ ചെക്കുകളാണ് അത് നൽകാനായി അശോക് സാറിന് ക്ഷണിച്ചുള്ളത്. സൊസൈറ്റിയുടെ ചെക്കാണ് അത് നൽകാൻ പ്രസിഡന്റ് ശ്രീ ഗോപാൽ. അത്രയാണ്. ഇവർ രണ്ടുപേരും അപ്പം അധികം ക്ലോസായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് അശോക് പറഞ്ഞതനുസരിച്ച് ഇവരെ ഡിസ്ക്രൈബ് ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക്, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, അതാണ് അശോക് പറഞ്ഞത്. ഒറ്റ വാക്കിൽ ഇവർ രണ്ടുപേരും വിവരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ ബാബു എന്നതെന്ന് പറഞ്ഞു 30 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ആബ്സെൻറ്റിസം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അത് നമുക്ക് അതൊരു എന്താ പറയുക, ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്ക് മാത്രമേ ഇത്രയും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. എളുപ്പമുള്ളൊരു കേസല്ല അത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വളരെ ഒരു ചാരിതാർത്ഥ്യമായിട്ടുള്ള ഒരു സർവീസാണ് കംപ്ലീറ്റ് ചെയ്ത രാഷ്ട്രപതി ബാബു. വേറൊരു കാര്യം, രണ്ടുപേരെയും ഫാമിലി വളരെ വെൽ സെറ്റിൽഡാണ്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നു ഈ വർഷം. നമ്മുടെ കമ്പനി ഇത്രയും വലിയൊരു നേട്ടങ്ങൾ കഴിയുമ്പോഴും ഇപ്പൊ പുതുതായിട്ട് വരുന്ന തലമുറക്ക് നമുക്ക് കൈമാറാൻ സാധിക്കുന്ന വിധത്തിൽ കമ്പനിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ പങ്കുവരും. ഇപ്പോഴത്തെ തലമുറയെ കുറിച്ച് സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാം ഇവരെല്ലാം കായികമായിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു 10-1 അംശം പോലും ഇന്നത്തെ കുട്ടികൾക്ക് അതെന്താണെന്നുള്ളവർക്ക് അറിയില്ല. കാരണം നമ്മൾ പല ടെക്നോളജീസും മാറ്റി, ടെക്നോളജി മാറിയപ്പോൾ നമ്മളിത് തൊഴിലാളികളുടെ എഫേർട്ടും കുറഞ്ഞിട്ടുണ്ട്, അധ്വാന ഭാരം കുറഞ്ഞു. കാരണം അതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കും. ജീവിതകാലം എല്ലാവർക്കും ആരോഗ്യമുള്ള ആയുസ് ദൈവം അനുഗ്രഹിക്കുന്നു. ശ്രീ ബാബുവിനെ ക്ഷണിക്കാം. ഔദ്യോഗികമായിട്ടില്ല. 30 വർഷം എൻ്റെ കുടുംബം പറ്റിയ കമ്പനിയാണ്. അത്രയും ആദ്യമായിട്ട് എല്ലാവിധ ആശംസകളും ഈ തിരക്കുകളിൽ വന്ന സുഗമ സാറിന് നന്ദി അറിയിക്കുന്നു. കൂടാതെ സുരേഷ് എല്ലാവർക്കും എല്ലാവർക്കും